സംഖ്യാപുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം. നമ്പേഴ്സ് 11:3. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തുകയാൽ ആ സ്ഥലത്തിന് തബേര എന്ന് പേരായി. ഒരു പ്രത്യേക പദം ആ വചനത്തിൽ കാണാൻ കഴിയും. യഹോവയുടെ തീ. 1-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും അതേ പദപ്രയോഗമുണ്ട്. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി. ഡിഫറൻ്റായ ഒരു പ്രസ്താവനയാണ് നാം വായിച്ചത്. യഹോവയുടെ തീ എന്ന് പറയുന്നത് ശാപത്തിൻ്റെ തീയാണ്. ദൈവജനം ദൈവത്തോട് ചെയ്ത അനീതിയുടെ ഫലമാണ്. ദൈവത്തിൻ്റെ ക്രോധാഗ്നിയാണത്. അനുസരണക്കേടിൻ്റെ തീയാണ്. ന്യായപ്രമാണം അനുസരിക്കാൻ മനസ്സില്ലാത്ത, ദൈവത്തിൻ്റെ വചനം അതുപോലെ അനുസരിക്കാൻ മനസ്സില്ലാത്ത ദൈവിക ശിക്ഷാവിധിയുടെ തീയാണത്. പക്ഷേ ഒരു വ്യത്യാസം സംഭവിച്ചു. നാം വായിക്കുന്നത്, മോശ ദൈവത്തോട് നിലവിളിച്ചു. ജനം മോശയോട് നിലവിളിച്ചു, മോശ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ആ തീ കെട്ടുപോയി. ദൈവീക ശാപം തീയായി പരിണമിച്ചു എന്നുള്ളതാണ്. ഇന്നും ലോകത്തിൽ ദൈവത്തിൻ്റെ തീ കത്തുകയാണ്. ദൈവക്രോധാഗ്നി പലയിടത്തും കത്തുന്നുണ്ട്. മധ്യസ്ഥത ചെയ്യുവാൻ ചിലരുണ്ടെങ്കിൽ ആ കോപത്തിന് ശമനമുണ്ടാകും.